നമ്മുടെ പുതിയ ചേർന്ന വീഡിയോയാണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെമി ടെസർ ഫാബ്രിക് ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന പാറ്റേൺ ആട്ടോ. ശരിക്കും ഒരു ജൂട്ട് ഫിനിഷ്, നമുക്ക് ടസറിലും ജൂട്ടിലും ഒക്കെ വരുന്ന പോലത്തെ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് പോർഷനിലാണെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്യാവശ്യം റേറ്റ് പറയും. എന്നാൽ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഭയങ്കര റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു 1500 ബിലോ റേഞ്ച് ആണ് ഇതിന് വരുന്നത്. ശരിക്കും ഇതിന്റെ ലുക്ക് വെച്ചിട്ട് 2000 എബോ റേഞ്ച് പറയും കേട്ടോ. കാരണം അത്രയും രസമുള്ള ഐറ്റമാണ്. പിന്നെ ഇത് മാത്രമല്ല, കാഴ്ചയ്ക്ക് നമുക്ക് ജൂട്ട് പോലെയാണ് മെറ്റീരിയൽ ഇരിക്കുന്നത്. വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആർട്ട് സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ടയുടെ പ്രിന്റ് ആണെങ്കിലും സിൽക്കിൽ വരുന്ന പോലെ തന്നെ ആ ഒരു ടസറിലൊക്കെ വരുന്ന പോലത്തെ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല കളേഴ്സും ആട്ടോ. ഇതിന്റെ ബോട്ടം വരുന്ന സെയിം ഈ ഒരു ഷെയ്ഡ്, ഒരു ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഫുൾ വീൽ ഇങ്ങനെ വരും. നല്ല രസമാട്ടോ. പ്രിന്റും ആ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ കാണാൻ. ഇതിന്റെ നമ്പർ M266, റേറ്റ് 1450 രൂപ മാത്രമേ ഉള്ളൂ. 14 പെട്ടെന്ന് കാണുമ്പോൾ കളേഴ്സിനെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ശരിക്കും ഒരു ലാവണ്ടറിന്റെ ടോൺ ആട്ടോ. ലാവണ്ടറും ഉണ്ട്, പിന്നെ ഒരു ഗ്രീനിന്റെ കളറോടെ മിക്സ് ആയിട്ട് വരും. ഇതിന്റെ സെന്ററിലോട്ട് വരുമ്പോഴത്തേനും ആ ഒരു ഗ്രീനിന്റെ ഡാർക്കർ ടോൺ ആണ്. സൈഡെല്ലാം ഫുള്ളായിട്ട് ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ. പിന്നെ സൈഡ് ബോർഡർ ഒക്കെ കാണാൻ നല്ല രസമാണ്. ചെറിയൊരു ടിഷ്യൂ പോലത്തെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ആ പ്രിന്റും കാര്യങ്ങളൊക്കെ ശരിക്കും ടസർ ഫിനിഷ് തന്നെയാണ്. ഫ്രണ്ട് പോർഷന്റെ ഡിസൈൻ ഇതാട്ടോ. ഇത് നിങ്ങൾ അടുപ്പിച്ച് നോക്കണം, അതിന്റെ ഒരു ഭംഗി മനസ്സിലാവണമെങ്കിൽ. നന്നായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണ്. നമുക്കത് ശരിക്കും സിൽക്ക് പോലെ തന്നെ ഇരിക്കും കാഴ്ചയ്ക്ക്. എന്നാൽ വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഇല്ലതാനും. അപ്പോൾ ഇതിന്റെ ബോട്ടം വരുന്ന ആ ഒരു ലാവണ്ടർ ഷെയ്ഡ് സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക്കാണ്. ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് M265, റേറ്റ് 1450 ആണ്. 1450. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് എല്ലാം നല്ല കളേഴ്സ് ആട്ടോ. അതായത് നമുക്ക് ആ ഒരു സിൽക്കി ഫീൽ വരുന്ന സൈസ് കളർ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ചെറിയ ബ്രൗൺ ടോൺ ഉണ്ട്, പിന്നെ ഒരു ഗ്രീനിന്റെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അങ്ങനെ കളറിനെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അതായത് ആ സിഗ്സാഗിൽ മൊത്തത്തിൽ കാണുമ്പോഴത്തേനും എല്ലാം ചെറിയ ചെറിയ കളർ വേരിയേഷൻസേ ഉള്ളൂ കേട്ടോ. എല്ലാം ഒന്നൊന്നും മെച്ചാണ്. ഇതിന്റെ ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ഭയങ്കര കളർഫുൾ ആയിട്ടൊന്നും നിൽക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നല്ല സെറ്റാട്ടോ. എല്ലാ കളേഴ്സും അങ്ങനെ ഓവർ കളറൊന്നുമില്ല. എന്നാൽ സിഗ്സാഗും ഇതൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു ടസർ ഇട്ട ഫീൽ കിട്ടും. ആ ഒരു 3500-4000 മുടക്കുന്ന ആ ഒരു ഫീല് തന്നെ തയ്ച്ചിട്ടൊക്കെ കിട്ടും കേട്ടോ. എന്നാൽ വാഷ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഭയങ്കരമായിട്ട് ഒതുങ്ങി നിൽക്കത്തില്ല. നമുക്ക് ആ ഒരു ഏകദേശം ഇതുപോലെയൊക്കെ ഒതുങ്ങി നിൽക്കും. വൺ സൈഡ് ഇരുന്ന കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഭംഗി ശരിക്കും കിട്ടത്തുള്ളൂ. എന്നാലും ഒതുങ്ങി കിടക്കും കേട്ടോ. അത്യാവശ്യമൊക്കെ ഒതുങ്ങി കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക്, ഒരു ആഷ് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് M263, റേറ്റ് 1450. ലാസ്റ്റ് കളർ ഇത് അടിപൊളി കളറാട്ടോ. നല്ല രസമുണ്ട് ഇതിന്റെ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട്. എന്താ പറയുക, മെറൂണിന്റെ ഒക്കെ ഏകദേശം ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. മെറൂണും ആഷ് കളറൂടെയാണ് വന്നേക്കുന്നത്. ഞാൻ അടുപ്പിച്ച് കാണിക്കാം, എന്നാലും അതിന്റെ ശരിക്കും ഭംഗി മനസ്സിലാവുള്ളൂ. ഇതുപോലെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. അതുപോലെ മടക്കി വെച്ചേക്കുന്നതാണ്. ഇത് കറക്റ്റ് നെക്കിന്റെ പോർഷനിൽ വരും. ബാക്കി ഇത്രയും ഭാഗത്ത് മടക്കി വെച്ചിട്ടുണ്ട്. ഫുൾ വ്യൂല് ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു മെറൂണിന്റെ ഷെയ്ഡ് ആട്ടോ. നോർമൽ മെറൂണിനെക്കാളും കുറച്ച് ഡിഫറെന്റ്, ഒരു ബ്രിക്ക് മിക്സ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ്. ഈ മെറ്റീരിയലും നല്ല ഫാബ്രിക് ആട്ടോ. നോർമൽ നമ്മുടെ ഒരു സാറ്റിൻ സിൽക്കിനേക്കാളും കുറച്ച് തിക്നെസ് ഉണ്ട്. നല്ല ഫാബ്രിക്കാണ്. ഇതിന്റെ നമ്പർ വരുന്നത് M264, റേറ്റ് 1450. 1450.